എല്ലാവർക്കും ഫൈഹാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു അറബിക് റെസിപ്പി ആയിട്ടുള്ള ചിക്കൻ ബുഹാരി റൈസിൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും തന്നെ മിസ്സാവില്ല. എന്നാൽ ശരി, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഈ ബുഹാരി റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചിക്കൻ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 1 കിലോ ചിക്കന് അത് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മുക്കി വെക്കുക. ഇത് മാക്സിമം ഒരു 2 ഹവേഴ്സെങ്കിലും നിങ്ങൾ വെക്കണം. അപ്പോഴാണ് നമുക്ക് ഈ പെരുംജീരകത്തിൻ്റെ ഈ ചെറിയ ജീരകത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ചിക്കന്. അപ്പോൾ ഇത് നമുക്ക് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ആ ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ചേർക്കാതിരിക്കുക, സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതും ഈ ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഉണക്ക മുന്തിരിയും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമുക്കിതൊന്ന് കോരി മാറ്റണം. അപ്പോൾ നിങ്ങളടുത്ത് കറുപ്പ് മുന്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാൻ ഞാനിപ്പോൾ ഈ ഒരു കളറിലുള്ള മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിപ്പോൾ ഏകദേശം 1 പിടി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഒന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആവുമൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു മീഡിയം ലെവലിലൊന്ന് ഫ്രൈ ആയാൽ മതി. ഇതുപോലേക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. എന്നിട്ട് അതേ ഓയിൽ തന്നെ ബാക്കിയുള്ള ഓയിലേക്ക് 2 മീഡിയം സൈസിലുള്ള പട്ട, ഒരു 3-4 ഗ്രാമ്പു, 3-4 ഏലക്ക ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള സവാള കൊത്തിയരിഞ്ഞത് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് രണ്ടും കൂടെ അപ്പോൾ ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ക്യൂമിൻ സീഡ്. അതുകൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചത് അതുകൂടെ ചേർക്കാം. നമ്മൾ ഇഞ്ചി ഇതിൽ ചേർക്കുന്നില്ല, വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത്. അതുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു പിടി ക്യാരറ്റ് അതിൽ നിന്നാണ് ഞാൻ എടുത്തിട്ട് ഫസ്റ്റിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ക്യാരറ്റ് നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ പേസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളടുത്ത് ടൊമാറ്റോ പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, നല്ല പഴുത്ത തക്കാളി ഒന്ന് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റാക്കി ചേർത്ത് കൊടുത്താലും മതി. ഇനി അതിലേക്ക് നമുക്ക് 2 ഉണക്കനാരങ്ങ, ചെറിയ 2 ഉണക്കനാരങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഹോളാക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന്, നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് അതുകൂടെ നമുക്ക് ഇതിലിങ്ങനെ ഓരോ പീസായിട്ട് നിരത്തി വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ റൈസിൽ പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കുന്നില്ല, എന്നാൽ പോലും നല്ലൊരു കളർ ഉണ്ടാവും. ഈ ഒരു ക്യാരറ്റിൻ്റെ ഒരു കളറാണ് നമ്മുടെ ഈ ഒരു റൈസിന് വരിക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ലെമൺ സെസ്റ്റ്, നാരങ്ങൻ്റെ തൊലി, ആ മുകൾ ഭാഗത്തുള്ള വൈറ്റ് പോർഷൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതോടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പീസ് മാഗി ക്യൂബ്സ്, ചിക്കൻ മാഗി ക്യൂബ്സ് നന്നായിട്ട് കൈ വെച്ചതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പൊടിച്ച് ചേർക്കണം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ അതും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ റൈസിന്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അളവിലുള്ള വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത് ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഈ ഒരു റൈസിന് കൂടുതലായിട്ട് ഈ ക്യൂമിൻ പൗഡറിൻ്റെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് അത്ര സ്പൈസി ആയിട്ടുള്ളൊരു റൈസല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണം സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ 2-3 പച്ചമുളകോ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ ഈ വെള്ളത്തിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഈ ചിക്കൻ ലാസ്റ്റ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതും കൂടെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ വെന്താൽ മതി. അപ്പോൾ ചിക്കനൊക്കെ ഇപ്പോൾ ഞാൻ എടുത്ത് മാറ്റി. ഇനി ഞാൻ ഇതിലേക്ക് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അരമണിക്കൂർ ഞാൻ കഴുകി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബസ്മതി റൈസ് 3 കപ്പ് അതോടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റാണ്, 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള അളവിൽ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വെച്ചെടുക്കാം ചെറിയ തീയിൽ. അപ്പോൾ നമ്മുടെ റൈസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ കറക്റ്റിനായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അരി വന്നിട്ടുണ്ട്. ഇനി ചെറിയൊരു ഈർപ്പുണ്ട്, അത് നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് എടുത്ത് അടച്ചു വെച്ചപ്പോൾ തന്നെ അതൊക്കെ കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ പീസൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചിക്കന് നല്ലൊരു റെഡ് കളറും കൂടെ കിട്ടും. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാ മുളക് പൊടിയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചത് അതും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാല ഒക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല വെച്ചിട്ടുള്ള ഓരോ ചിക്കൻ പീസായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഓവനിൽ വേണമെങ്കിലും ഓവനിൽ വെച്ചിട്ട് വേണമെങ്കിലും ഇതൊന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് ഓവനിലില്ലാത്തവർക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് 2 ഭാഗവും ഒന്ന് ഇതുപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബുഹാരി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം റൈസൊക്കെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇതുപോലെ സെർവ് ചെയ്തിട്ട് മുകളിൽ നമ്മുടെ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇങ്ങനെ ഓരോ പീസായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും അതിങ്ങനെ വെച്ചിട്ട് അതിലേക്ക് ബാക്കി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ് ഈ ഒരു റൈസ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.